എന്നാൽ സമാപ്തനാക്ക്. വന്നോളൂ വന്നോളൂ. ശോണിതപുരത്തേക്ക് നമ്മുടെ പുത്രൻ കാർത്തികേയൻ ജയിക്കട്ടെ. അവൻ തീർച്ചയായും താരകാസുരനെ വധിക്കും. മാതാക്കളെ, നിങ്ങളുടെ എല്ലാം ആശീർവാദമാണ് എന്റെ ശക്തി. ധന്യനാണ് നീ, ധന്യനാണ്. രക്ഷിക്കണേ മഹാരാജൻ, അനർത്ഥമായി മഹാരാജൻ, അനർത്ഥമായി. മേഘാസുരൻ കൊല്ലപ്പെട്ടു മഹാരാജൻ, മേഘാസുരൻ കൊല്ലപ്പെട്ടു. എങ്ങനെ കൊല്ലപ്പെട്ടു? ആര് വധിച്ചു അവനെ? മഹാരാജൻ, ശിവപുത്രനെ അന്വേഷിച്ച് ഞാനും മേഘാസുരനും കൈലാസത്തിൽ പോയി. അവിടെ അവനെ കണ്ടില്ല. ശിവഗണങ്ങൾ ഞങ്ങൾ രണ്ടുപേരെയും ഒരുപാട് മർദ്ദിച്ചു. അവിടെ നിന്ന് ഓടുമ്പോൾ ആകാശമാർഗത്തിൽ നാരദനെ കണ്ടു. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, ശിവപുത്രൻ നക്ഷത്ര ലോകത്തുണ്ടെന്ന്. അവിടെ പോയി ഞങ്ങൾ ശിവപുത്രനെ വധിക്കുവാൻ പ്രയത്നിച്ചു. പക്ഷേ എന്തായി? ബാക്കി പറയൂ. ആ ചെറിയ ബാലൻ എന്നെയും മേഘാസുരനെയും കാൽ കൊണ്ട് പ്രഹരിച്ച് വായുവിൽ എടുത്തെറിഞ്ഞു. മേഘാസുരൻ അലറിക്കൊണ്ട് പർവ്വത ശിഖരത്തിൽ ഇടിച്ച് താഴേക്ക് വീണ് അവന്റെ പ്രാണൻ പോയി. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ എന്റെ പ്രാണൻ രക്ഷിച്ച് ഇവിടെ വന്നു. നാം പോകുന്നു നക്ഷത്ര ലോകത്തിലേക്ക് ശിവപുത്രനെ വധിക്കാനായി. ദേവർഷി, നാരായണ നാരായണ നാരായണ. ദേവരാജനിന്ദ്ര, സൂക്ഷിക്കുക. താങ്കൾ ഇങ്ങനെ നൃത്തത്തിലും ഗാനത്തിലും മഗ്നനായാൽ ഒന്നോർക്കണം, കൈവശം വന്ന ഇന്ദ്രാസനം വീണ്ടും കൈവിട്ടു പോകും. ദേവർഷി. ദേവരാജ, വിഷമങ്ങൾ തലയിൽ കാലൂന്നി നിൽക്കുന്നു. അപ്പോൾ ഭോഗവിലാസങ്ങളിൽ മുഴുകിയാൽ അതിലും വലിയ അവിവേകവും ഭാവി ചിന്തയില്ലായ്മയും വേറെ എന്താണുള്ളത്? ദേവരാജ, അങ്ങ് വിചാരിക്കുന്നുണ്ടോ സ്വർഗാധികാരം നഷ്ടമായതിനു ശേഷം താരകാസുരൻ മൗനവ്രതത്തിലായിരിക്കുമെന്ന്, ഇവിടെ പുനരാക്രമണം നടത്തില്ലെന്ന്? ദേവർഷി,
ഇനി താരകാസുരനിൽ അതിനുള്ള ശക്തി ശേഷിച്ചിട്ടില്ല. അവൻ വീണ്ടും സ്വർഗത്തെ ആക്രമിക്കുകയില്ല. അപ്പോൾ താങ്കൾ ആ ധാരണയിൽ നിശ്ചിന്തനായി ആഘോഷങ്ങളിൽ മുഴുകുകയാണ് ദേവരാജ. പക്ഷേ ഈ തെറ്റിദ്ധാരണയിൽ താങ്കൾ ഒരു സത്യം മറക്കുകയാണ്. താരകാസുരന്റെ വധം ശിവപുത്രന്റെ കരങ്ങളാൽ സംഭവിക്കുന്നത് വരെ അവൻ താങ്കളെ സമാധാനമായി ജീവിക്കാൻ അനുവദിക്കില്ല. കാരണം അവൻ ജീവിച്ചിരിക്കുന്നു. ആശ്ചര്യം തോന്നുന്നു എനിക്ക് നിങ്ങളുടെ ഈ അത്ഭുത പ്രവൃത്തികൾ കണ്ടിട്ട്. വിലാസലോലുപരാകാനോ ഭയഭീതരായി കഴിയാനോ അല്ലാതെ മറ്റൊന്നും നിങ്ങൾക്കാവില്ലെന്നോ? എന്തു ചെയ്യണം ദേവർഷേ? സ്മരിക്കണം ശിവപുത്രനെ. താരകാസുര വധത്തിനായി ശിവപുത്രനെ പ്രേരിപ്പിക്കാൻ സാധിക്കില്ലേ നിങ്ങൾക്ക്? ശിവപുത്രൻ എങ്ങനെയുണ്ട്? അവന്റെ പേരെന്താണ് ദേവർഷേ? കുമാരൻ കാർത്തികേയൻ. കുമാരൻ കാർത്തികേയൻ ഇപ്പോൾ വെറും ചെറിയ ബാലനായിരിക്കും. മാതാവ് പാർവതിയെ പോലെ സുന്ദരനും പിതാവ് ശിവനെ പോലെ ഓജസ്വിയും തേജസ്വിയുമായിരിക്കും ബാലൻ, അല്ലേ? അത് ശരിയാണ്. അവൻ ശിവശക്തിയുടെ അംശമാണ്, അതിനാൽ സമ്പൂർണനുമാണ്. ഇപ്പോൾ അവൻ നക്ഷത്രലോകത്തിൽ 6 കാർത്തികമാരുടെ പരിലാളനത്തിൽ കഴിയുകയാണ്. നക്ഷത്രലോകത്തിൽ? എന്തിന്? അവിടെ എന്തിന്? അവൻ കൈലാസത്തിൽ ഉണ്ടാകേണ്ടതല്ലേ? ദേവരാജ, താങ്കൾക്ക് എന്റെ വാക്കുകളിൽ വിശ്വാസമില്ലെങ്കിൽ താങ്കൾ സ്വയം പോയി നോക്കൂ. നക്ഷത്രലോകത്തിൽ നാരായണ നാരായണ. സ്വാമിൻ, താങ്കൾ ദേവർഷിയുടെ വാക്കുകളെ അവിശ്വസിക്കുവാൻ പാടില്ല. ഉടനെ വിശ്വാസവും വരുന്നില്ല ദേവി. ശിവപുത്രൻ നക്ഷത്രലോകത്തിൽ എന്തിന്? ഇതിന്റെ സത്യാവസ്ഥ എന്തെന്നറിയുവാനായി ഞാൻ സ്വയം പോകുന്നുണ്ട്. മാതാക്കളെ, നിങ്ങൾ ഒന്നും ആലോചിക്കണ്ട. നിശ്ചിന്തരായി സ്വന്തം ജോലികൾ ചെയ്യൂ. ശിവപഞ്ചാക്ഷരി മന്ത്രം എന്റെ രക്ഷാകവചമാണ്. എനിക്ക് ഉറക്കം വരുന്നു. ഞാൻ ഉറങ്ങാൻ പോകുന്നു. ഓം നമഃ ശിവായ. എവിടെ ശിവപുത്രൻ, നമ്മുടെ സേനാപതിയെ യമപുരിയിലേക്ക് അയച്ചവൻ? എവിടെ ശിവപുത്രൻ? എവിടെ ശിവപുത്രൻ? ഓ, ശിവന്റെ രക്ഷാകവചത്തിൽ ഉറങ്ങുകയാണോ? ഇതാണോ ശിവപുത്രൻ? ശിവപുത്രൻ എന്റെ കാലനാകുമെന്നോ? ഇല്ല, ഞാനിതാ ശപഥം ചെയ്യുന്നു, ഞാൻ ഇവന്റെ കാലനായിത്തീരും. ഹരഹര മഹാദേവ. താങ്കൾ ആരാണ്? എവിടെ നിന്ന് വരുന്നു? എന്തിനിവിടെ വന്നു? നാം സ്വർഗാധിപതി ഇന്ദ്രനാണ്. സ്വർഗത്തിൽ നിന്ന് വരുന്നു. ശിവപുത്രനെ കാണുവാൻ വന്നു. ശിവപുത്രന്റെ ജനനം ദേവന്മാർക്ക് കാണാൻ വേണ്ടി ആയിരുന്നുവോ?